ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ല കുറച്ച് ടിപ്സ് വീഡിയോകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കുന്നതിനും ഇഡലി പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനുമായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ്, പച്ചമുളകൊക്കെ വാങ്ങിച്ച് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് ചീഞ്ഞു പോകാതെ നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം. പച്ചമുളകൊക്കെ നമുക്ക് ഞെട്ടിയോടെ തന്നെ കുറേ നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ടിപ്പാണ് കേട്ടോ പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കയ്യിലെടുത്ത് പച്ചമുളകിന്റെ മുകളിലായിട്ട് ഇതുപോലെ തടവി കൊടുക്കാം. കൈ വെച്ച് എല്ലാ ഭാഗത്തായിട്ടും ഇതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ തടവിയ ശേഷം നമുക്ക് ഇതുപോലെയുള്ള ബോക്സിലേക്കാണ് പച്ചമുളക് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ആഴ്ചകളോളം നമുക്ക് ചീഞ്ഞു പോകാതെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. കത്രികയുടെയൊക്കെ മൂർച്ച കുറഞ്ഞാല് മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റിയ ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഫോയിൽ പേപ്പർ ഇതുപോലെ നല്ല പോലെ തന്നെ മടക്കിയെടുക്കാം. മടക്കിയെടുത്ത ഫോയിൽ പേപ്പറിൽ നമുക്ക് മൂർച്ച കുറഞ്ഞ കത്രികയെടുത്ത് ഇതുപോലെ ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എത്ര മൂർച്ചയില്ലാത്ത പഴയ കത്രികയാണെങ്കിലും നല്ലതുപോലെ തന്നെ മൂർച്ച കൂടി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത ഭാഗം കൊണ്ട് മൂർച്ച കൂട്ടേണ്ട ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഉരച്ചു കൊടുക്കാം. അപ്പൊ നല്ലതുപോലെ തന്നെ മൂർച്ച കൂടി കിട്ടുന്നതാണ്. കത്തിയും കത്രികയും ഒക്കെ മൂർച്ച പോകുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അടുത്തൊരു ടിപ്പ്, നമ്മൾ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ തലവേദനയാണല്ലോ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവുന്നത്. അപ്പോൾ ആ ഒരു ബ്ലോക്ക് മാറ്റാനായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്ത് കിച്ചൺ സിങ്കിലേക്ക് ഇതുപോലെ വിതറി ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ച ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. എത്ര തന്നെ ബ്ലോക്ക് ആയ സിങ്ക് ആയാലും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് ഒക്കെ മാറിക്കിട്ടുന്നതാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈരാണ് എടുക്കേണ്ടത്. നമുക്കുണ്ടാകുന്ന പല്ലുവേദന, മോണവേദന, അതുപോലെ തന്നെ മോണപ്പഴുപ്പ്, വായ്നാറ്റം ഇവയൊക്കെ മാറാനായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു തൈരിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം. തൈരിലെ ഈ ഒരു കട്ടയൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കണം. ഇനി ഇത് നമുക്ക് വായയിൽ കുറച്ചു നേരം വെച്ച് കവിൾക്കൊള്ളാം. കുറേശ്ശെയായിട്ട് വായയിലേക്കിട്ട് കുറച്ച് സമയം വെച്ച ശേഷം തുപ്പിക്കളയുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ നമ്മൾ അടുപ്പിച്ച് കുറച്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ പല്ലുവേദന, അതുപോലെ തന്നെ മോണവേദന, മോണപ്പഴുപ്പ്, വായ്നാറ്റം ഇവയൊക്കെ മാറി കിട്ടുന്നതാണ്. അപ്പൊ വായ്നാറ്റം ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്.
നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനും ഇഡ്ഡലി പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതിനുമായിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് കേട്ടോ കാണിക്കുന്നത്. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് അരി എടുക്കുന്ന സമയത്ത് 2 കപ്പ് അരിക്ക് 1/2 കപ്പ് ഉഴുന്ന് എന്ന അളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇഡ്ഡലിക്ക് അരി കുതിർത്തെടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാൻ മറക്കരുത്. ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനുള്ള അടുത്തൊരു ടിപ്പ്, ഇഡ്ഡലിക്ക് മാവ് അരക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങാവെള്ളം കൂടി ചേർത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിനുള്ള 2-3 ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് വെള്ളം നന്നായിട്ട് ചൂടായതിനു ശേഷം ഇഡ്ഡലി തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ഇഡ്ഡലി തട്ട് ചൂടായതിനു ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് തട്ട് നല്ലോണം ചൂടായതിനു ശേഷം വേണം ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കുഴിയിൽ മുഴുവനായിട്ടും ഒഴിക്കാതെ 1/4 ഭാഗമായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കണേ. അതുപോലെ തന്നെ നമ്മൾ 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും പിന്നെയുള്ള 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുമാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് ഇഡ്ഡലി പാത്രം പുറത്തേക്ക് ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കാം. ചൂടാറാനായിട്ട് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പാത്രം ചൂടാറാനൊന്നും ടൈം കിട്ടുന്നില്ല എങ്കിൽ ചെയ്യേണ്ട ഒരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിന്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് ഇതുപോലെ ഇങ്ങനെ തടവി കൊടുക്കാം. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.